മാറി നിന്നോ ചേട്ടാ, ആളിറങ്ങട്ടെ. എത്ര നേരം ഞാൻ അപ്പോട്ടിനെയും കാത്തോടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? മായേച്ചി വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ ഇപ്പൊ വേണ്ട, ആ കോന്തനമാവൻ പോയിട്ടില്ല, രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിൽക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി, ഉറങ്ങണില്ലേ? അപ്പുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാലും ചിലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാല് പിണക്കുണ്ടാവും. ഹേയ്, ഒരു പിണക്കവും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അപ്പുവേട്ടനെ ഇവിടെ ഹാജരാക്കണ കാര്യം ഞാൻ ഏറ്റു. നീയോ? ഞാൻ ആരാണെന്ന ചേച്ചിയുടെ വിചാരം? ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണിച്ച് കിടന്നു. മായ എവിടെ? ഇവിടെ ഇരുന്നോ, ഞാൻ പോയി മായേച്ചി വിളിച്ചോണ്ടുവരാം. അയ്യോ, ചതിച്ചു. എന്താ? ആരാന്നാ ചോദിച്ചേ? ചോദിച്ചത് കേട്ടില്ലേ? ആരാകത്ത്? എന്താ അളിയാ? അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണമില്ല. അമ്മോ, അമ്മോ, വാതിൽ തുറക്ക്. വാതിൽ ചവിട്ടി പൊളിക്കണോ? ചേച്ചി എന്നോട് ക്ഷമിക്കണം. അല്ല അമ്മാവ, ബഹളം വെക്കണ്ട. നാട്ടുകാരറിഞ്ഞാൽ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അമ്മാവ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. അമ്മാവ, അമ്മാവ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് വിശ്വസിച്ച്. നീ ഒന്നും പറയണടാ ചെറ്റേ. സത്യത്തിൽ എന്നെ ചതിക്കായിരുന്നു. നീ ഈ കുടുംബത്തെ ചതിക്കായിരുന്നു. കരയണ്ട. എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. ഭ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല. ഇത് കുറെ കടന്നുപോയി അളിയാ എന്നിപ്പോ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. മോളെ, എന്തൊരു ഇരിപ്പാ ഇത്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല. എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി.
നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചതല്ലേ. നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം. വേണ്ട, എന്നോടൊന്നും പറയണ്ട. ആ പേര് പോലും എനിക്ക് കേൾക്കണ്ട. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അമ്മേ. അവള് ആ അമ്മു എന്നെ ചതിച്ചതാ. അമ്മയെങ്കിലും എന്നെ വിശ്വസിക്കണം. അപ്പോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നെ വിശ്വാസമാണ്. അത് ഞാൻ നിന്റെ അമ്മയായതുകൊണ്ടാ. അതേസമയം ഞാൻ മായയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ ഞാൻ വിശ്വസിക്കില്ലപ്പോ. ആ ബന്ധം നമുക്ക് വേണ്ട മോനെ. നീ അങ്ങ് മറന്നേക്ക്. കഴിയില്ലമ്മേ. എത്ര വർഷമായി ഞാൻ ഈ നെഞ്ചി കൊണ്ടു കിടക്കുന്നതാ. അപ്പോ മായനെ എല്ലാവരും ചേർന്ന് സമ്മതിപ്പിച്ചടാ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോകണെന്ന്. പോക്കായിരിക്കും അല്ലേ? നിന്നെ കാരണം നാട്ടിൽ പെൺപിള്ളേർക്ക് ജീവിക്കാനൊക്കില്ല അല്ലേടാ തന്തയില്ലാത്തോനെ. വണ്ടി എങ്ങും നിർത്തരുത്, കത്തിച്ചു വിട്ടോ.